ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നിലക്കടല കൊണ്ടുള്ള ഒരു കറിയാണ്. നോൺ വെജ് തോറ്റുപോകുന്ന നല്ല മണവും രുചിയുമുള്ള നിലക്കടല കൊണ്ടുള്ള ഈ കറി അധികം ആരും കഴിച്ചു കാണില്ല. ഈ കറി ഒരു പ്രാവശ്യം ഉണ്ടാക്കി രുചിച്ചു നോക്കൂ. ഇത് ചപ്പാത്തി, ഇഡ്ഡലി, ദോശ എന്നിവയ്ക്കെല്ലാം സൈഡ് ഡിഷായി യൂസ് ചെയ്യാം. ഒരുപാട് ഗുണങ്ങളുള്ള നിലക്കടല വെച്ച് വ്യത്യസ്ത രീതിയിലും ടേസ്റ്റിലുമുള്ള വിഭവങ്ങൾ നമ്മൾക്കുണ്ടാക്കാം. നിലക്കടല കൊണ്ട് നമ്മൾ കടലമിഠായി, മസാലക്കടല, സലാഡ് എന്നിങ്ങനെ ചുരുക്കം റെസിപ്പി മാത്രമേ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നട്ട്സിന് പകരമായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നിലക്കടല ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിലക്കടലയിൽ പ്രോട്ടീനുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിവിധ ആരോഗ്യകരമായ പോഷകങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിന് വിവിധ പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നതോടൊപ്പം പൊണ്ണത്തടി നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യമേകുന്ന ജീവകം ഇ, ഫോളേറ്റ്, കാൽസ്യം, മാംഗനീസ് എന്നിവയും നിലക്കടലയിൽ അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 2 തവണയെങ്കിലും നിലക്കടല ഉപയോഗിക്കുന്നത് ശരീരഭാരം കൂട്ടുകയില്ലെന്ന് പഠനങ്ങൾ പറയുന്നു. കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗം തടയാൻ നിലക്കടല സഹായിക്കും. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും സ്ട്രോക്കിനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ഇതിലടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ സഹായിക്കും. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നിലക്കടല കഴിക്കുന്നത് പുരുഷന്മാരിലും സ്ത്രീകളിലും പിത്താശയക്കല്ലിൻ്റെ സാധ്യത കുറയ്ക്കുമെന്നാണ്. ബയോട്ടിൻ, നിയാസിൻ, ഫോളേറ്റ്, ഫോസ്ഫറസ്, മഗ്നീഷ്യം, വിറ്റാമിൻ ഇ, തയാമിൻ എന്നിവയുൾപ്പെടെയുള്ള വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഒരു പ്രധാന സ്രോതസ്സാണ് നിലക്കടല. ഗ്ലൈസിമിക് സൂചിക കുറഞ്ഞ ഭക്ഷണമാണ് നിലക്കടല. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ വർധനവുണ്ടാക്കില്ല മാത്രമല്ല, ഇത് സ്ത്രീകളിൽ ടൈപ്പ് 2 പ്രമേഹ സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പച്ച നിലക്കടല വെച്ച് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് 1 കപ്പ് നിലക്കടല ഒരു ബൗളിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയതിനു ശേഷം വെള്ളമൊഴിച്ച് 8 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. കടല രാത്രി കുതിർക്കാനിട്ടാൽ രാവിലെ ഈ കറി ഉണ്ടാക്കാം. 8 മണിക്കൂർ കുതിർത്ത കടല ഒരു കുക്കറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 5 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇനി കുക്കർ ഓഫ് ചെയ്ത് വേവിച്ച നിലക്കടല തണുക്കാൻ വയ്ക്കാം. ഈ സമയം നമ്മൾക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 2 സവാള നുറുക്കിയത്, 2 തക്കാളി അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില, 4 വെളുത്തുള്ളി, 1 തുണ്ട് ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് എന്നിവ എടുത്തു വയ്ക്കാം. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 തവി എണ്ണ ഒഴിക്കുക. ഈ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ച 2 സവാള ചേർത്ത് വഴറ്റുക. സവാള ഒന്ന് വാടിയതും 5 വെളുത്തുള്ളി, 1 തുണ്ട് ഇഞ്ചി നാലാക്കിയത്, 2 പച്ചമുളക് എന്നിവ ചേർത്ത് വഴറ്റുക. സവാള കണ്ണാടി പാകമായാൽ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി 1 മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഗ്യാസ് സിമ്മിൽ വെച്ച് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് മസാല വഴറ്റിയാൽ മസാല പെട്ടെന്ന് മൂത്ത് കരിഞ്ഞ് കറിയുടെ സ്വാദ് തന്നെ നഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് 1 പിടി തേങ്ങ, ഏകദേശം 3 സ്പൂൺ, കുറച്ച് അണ്ടിപ്പരിപ്പ് എന്നിവ ചേർക്കുക. അടുത്തതായി 1 സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അവസാനം ചേർത്ത തേങ്ങ, അണ്ടിപ്പരിപ്പ്, കസ്കസ് എന്നിവ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനാണ് ചേർക്കുന്നത്. കൂടെ ടേസ്റ്റും കൂടും. എല്ലാം നന്നായി വഴറ്റിയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. നല്ലപോലെ തണുത്തു വന്നതിന് ശേഷം ഒരു മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കുക. അത്ര നൈസായി അരയ്ക്കേണ്ട, ലേശം തരുതരിപ്പോടെയാണ് അരയ്ക്കേണ്ടത്. ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കാം. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. കുക്കറിലെ വെള്ളമയം വറ്റിയതിനു ശേഷം
ഒരു കരണ്ടി ഏകദേശം 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. ഇനി ചൂടായ എണ്ണയിലേക്ക് 3 ഗ്രാമ്പു, അര സ്പൂൺ കൽപ്പാശി ഇതുണ്ടെങ്കിൽ ചേർക്കുക, ഒരു ബ്രിഞ്ചി ഇല, അര സ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർത്ത് വഴറ്റുക. മസാല മൂത്ത് മണം വരുമ്പോൾ വഴറ്റി അരച്ചു വെച്ച മസാല ചേർക്കുക. 1 മിനിറ്റ് മസാല വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് വഴറ്റുക. നമ്മൾ മസാല വഴറ്റിയാണ് അരച്ചത്, എന്നാലും മസാല നന്നായി വഴറ്റി എണ്ണ തെളിയണം, എന്നാലേ കറിക്ക് കൂടുതൽ സ്വാദുണ്ടാവുകയുള്ളൂ. പച്ചമണം മസാലയിൽ നിന്ന് മാറണം. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച നിലക്കടല ചേർക്കുക. പച്ച നിലക്കടലയാണ് കറിക്ക് വേണ്ടത്, അല്ലാതെ വറുത്ത നിലക്കടലയല്ല. കടല നേരത്തെ വേവിക്കുന്നതിന് പകരം കുതിർത്ത കടല ഈ സ്റ്റേജിൽ ചേർത്തതിനു ശേഷം 5 വിസിൽ വരെ വേവിച്ചാലും മതി. നമ്മൾ നേരത്തെ തന്നെ കടല വേവിച്ചു വെച്ചിരുന്നു. ഈ കടല വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. ഇനി കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാൻ മറന്നാലും നിങ്ങൾ മറക്കാതെ 1 സ്പൂൺ ഉപ്പ് ചേർക്കുക. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഇതിനു പകരം ഹിമാലയൻ സാൾട്ടോ പൊടിയുപ്പോ ചേർക്കാവുന്നതാണ്. ഇനി കുക്കർ മൂടി വെച്ച് 1 വിസിൽ വരെ വേവിക്കുക. നമ്മൾ വേവിക്കാത്ത കടലയാണ് ചേർക്കുന്നതെങ്കിൽ 5 വിസിൽ വരെ വേവിക്കണം. നമ്മളിവിടെ വേവിച്ച കടലയാണ് ചേർത്തത്, അതുകൊണ്ട് 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം കുക്കർ തുറക്കുക. നല്ല കൊഴുത്ത കടലക്കറി തയ്യാർ. കുറച്ച് മല്ലിയില കൂടി തൂവിയാൽ നമ്മുടെ ഹെൽത്തി നിലക്കടല ഗ്രേവി തയ്യാറായി. ഇനി ഇത് ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റി വീണ്ടും കുറച്ച് മല്ലിയില തൂവി അലങ്കരിക്കാം. നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഈ കറി ചോറിനും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒരുപോലെ യൂസ് ചെയ്യാം. ഒരു കറി വെച്ചാൽ 3 നേരത്തിനും ഉപയോഗിക്കാം. രാവിലെ ഇഡ്ഡലി, ദോശ എന്നിവയ്ക്ക് സൈഡ് ഡിഷായും ഉച്ചയ്ക്ക് ചോറിനും രാത്രി ചപ്പാത്തിക്കും ഈ ഒറ്റ കറി മതി. ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.